വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള ഇന്നത്തെ തിരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ദുരന്തബാധിത മേഖലയിലെ 60% പ്രദേശത്തെ പരിശോധനയും ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് നിഗമനം. ചാലിയാറിന്റെ 40 കിലോമീറ്റർ തീരത്ത് ഇന്ന് പരിശോധന നടത്തി 4 മൃതദേഹമാണ് ഇന്ന് കണ്ടെത്തിയത്. തിരിച്ചറിയാത്ത 74 മൃതദേഹങ്ങൾ സംസ്കരിച്ചുവെന്നത് വ്യാജ വാർത്തയാണെന്നും ജീർണിച്ച 3 മൃതദേഹം മാത്രമാണ് സംസ്കരിച്ചതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ പറയുകയുണ്ടായി. അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ. അർജുൻ, ഏറ്റവും പ്രധാനം ഇപ്പോൾ ഇനി എവിടെയൊക്കെ പരിശോധന നടത്തണം എന്നുള്ളതാണ്. നേരത്തെ ദീപക് മലയമ്മ പറഞ്ഞതുപോലെ വിവിധ സോണുകളായി തിരിച്ചുള്ള പരിശോധന തന്നെയായിരിക്കും അടുത്ത ദിവസങ്ങളിലും തുടരുക. 60% പ്രദേശത്തെയും പരിശോധന ഏതാണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. യന്ത്രസാമഗ്രികളെല്ലാം തന്നെ അവിടെ തുടരും. വരും ദിവസങ്ങളിലും ഏതാണ്ട് എല്ലായിടങ്ങളിലും പരിശോധന എത്തി എന്ന് ഉറപ്പാക്കും വരെ ഇത്തരത്തിൽ ദൗത്യം തുടരുമെന്നാണ് മന്ത്രിതല സംഘം തന്നെ അറിയിക്കുന്നത്. തീർച്ചയായിട്ടും വിനീത, അതായത് പരിശോധന ഏതെങ്കിലും ഘട്ടത്തിൽ അവസാനിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഇതിൻ്റെ ഭാഗമായിട്ടില്ല. പരമാവധി ഇടങ്ങളിൽ പരമാവധി സോണുകളായി തിരിച്ച് ഏതൊക്കെ മേഖലകളിലാണ് ജനവാസം ഉണ്ടായിരുന്നത് ആ മേഖലകളെല്ലാം തന്നെ പരമാവധി തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ വരും ദിവസങ്ങളിലും തിരച്ചിൽ തുടരും എന്നുള്ള കാര്യമാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെ ഹിറ്റാച്ചി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയതുപോലെ റഡാർ സംവിധാനങ്ങൾ ഇന്നും എത്തിക്കുമെന്ന രീതിയിലുള്ള അറിയിപ്പുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനം ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇന്ന് അത്തരത്തിൽ ഏതെങ്കിലും മേഖലയിൽ റഡാർ പരിശോധിച്ചതായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിലും ശക്തമായ തോതിൽ തന്നെയുള്ള തിരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ അത് ഹിറ്റാച്ചി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വിവിധ ഇടങ്ങളിൽ മണ്ണ് നീക്കിക്കൊണ്ടുള്ളൊരു പരിശോധന മാത്രം നടത്തണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള, അതായത് മനുഷ്യ സാന്നിധ്യം അല്ലെങ്കിൽ മൃതശരീരങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉപകരണങ്ങൾ ഇവിടത്തേക്ക് എത്തിച്ചുകൊണ്ട് അങ്ങനെ ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു പരിശോധന നടത്താൻ വേണ്ടി കഴിയുമോ എന്നുള്ള കാര്യമാണ് എന്തായാലും ഉദ്ദേശിക്കുന്നത്. 60% തിരച്ചിൽ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി തന്നെ അത്തരത്തിലുള്ളൊരു അറിയിപ്പാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ യന്ത്രസാമഗ്രികളും ഈ ദൗത്യ മേഖലകളിൽ തന്നെ തുടരുകയാണ്. അത് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ദൗത്യം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവസാനിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടുമില്ല. ഈ യന്ത്രസാമഗ്രി ഉപയോഗിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലും ഈ 40% എന്ന് പറയുന്നത് ഏകദേശം 6 സോണുകളായി തിരിച്ചുകൊണ്ടുള്ളൊരു പരിശോധനയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ഇന്നും അത്തരത്തിലുള്ളൊരു പരിശോധനയാണ് നടന്നത്. അത്തരത്തിൽ ഓരോ സോണുകളായി തിരിച്ച് ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ സന്നദ്ധ പ്രവർത്തകരെയും അതുപോലെ തന്നെ ഈ സൈന്യത്തെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരെയെല്ലാം കൃത്യമായ തോതിൽ ഓരോ സ്ഥലങ്ങളിൽ വിന്യസിച്ചുകൊണ്ട് അവിടേക്ക് പരിശോധന നടത്തുക. അതിനോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെയും കൂടി ഒരു പങ്കാളിത്തം ഉറപ്പാക്കുക. അവർക്കാണ് ഇതിനകത്ത് കൂടുതലായിട്ടുള്ളൊരു സഹായം നൽകാൻ വേണ്ടി കഴിയുക. അപ്പോൾ അവരുടെ ഒരു മാനസിക നില കൂടി പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുകൂടി പരിഗണിച്ചുകൊണ്ട് ക്യാമ്പുകളിലാണ് പലരും കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്യാമ്പുകളിൽ കഴിയുന്നവർ മാനസിക നില വീണ്ടെടുത്തു കഴിഞ്ഞാൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പരിശോധന നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അത്തരത്തിൽ പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെ കൂടി സഹായം തേടിക്കൊണ്ട് പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ഡ്രോൺ ഉൾപ്പെടെ എത്തിക്കുമെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ചാലിയാറിലും അതുപോലെ തന്നെ നിലമ്പൂരിലുമുള്ള പരിശോധന മാത്രമാണ് നടന്നിട്ടുള്ളത്. ഈ മേഖലയിൽ അത്തരത്തിലുള്ള പരിശോധനകളൊന്നും തന്നെ ഇന്ന് നടന്നിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു പരിശോധന ഈ ഡ്രോണും അതുപോലെ തന്നെ റഡാർ സിഗ്നലുകളും തെർമൽ റഡാർ സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ മേഖലകളിലാണ് പരിശോധന, അത് കൃത്യമായ തോതിൽ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായ തോതിൽ ഇന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തണം എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും അവിടങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് പ്രധാനമായും ഇത്തരത്തിൽ വെള്ളം കുത്തിയൊലിച്ചെത്തുകയും അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഇതിങ്ങനെ ഒരു പാറകളും അതുപോലെ തന്നെ മണ്ണും ചെളിയും എല്ലാം ചേർന്ന് ഒരു കുമിഞ്ഞുകൂടി ഒരു കൂനയായി കിടക്കുന്ന സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തുക എന്നുള്ളതായിരിക്കും വരും ദിവസങ്ങളിൽ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇന്ന് മന്ത്രിതല യോഗം നടത്തിയിരുന്നു. മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗവും ഇവിടെ ചേർന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ചില തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എല്ലാ വിഭാഗങ്ങളുടെയും പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും കര നാവിക വ്യോമ സേനകളുടെ എല്ലാം ഒരു സംയുക്തമായിട്ടുള്ളൊരു ഓപ്പറേഷനായി
ഇതിനെ കാണേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ ഇതിൻ്റെ ഭാഗമായി ഓപ്പറേഷൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സേവനം ഈ ഇതിൻ്റെ ഭാഗമായി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റേയും ഒരു ഏകോപനം എല്ലാ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ ഇന്നും സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു പരിശോധന നടന്നിട്ടുമുണ്ട്. എന്തായാലും പരിശോധന 60% പൂർത്തിയായി എന്ന് പറയുമ്പോൾ കൂടി നമ്മൾ പറയേണ്ടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അത്രയേറെ മൃതദേഹങ്ങൾ, ഏകദേശം 250-ലധികം മൃതദേഹങ്ങൾ അല്ലെങ്കിൽ അത്രയും അധികം പേരെ കാണാനുണ്ട് അല്ലെങ്കിൽ കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പ്രധാനമായും ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇവരുടെ മൃതദേഹങ്ങൾക്ക് വേണ്ടി ഇനി എങ്ങനെയാണ് അല്ലെങ്കിൽ ഇവരുടെ മൃതദേഹങ്ങൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഉണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും ചാലിയാറിൽ ഉൾപ്പെടെ നിലമ്പൂരിൽ നിരവധിയായിട്ടുള്ള മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിൽ ഒരുപക്ഷെ കൂടുതൽ മൃതദേഹങ്ങൾ എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ഊർജിതമായിട്ടുള്ള ഒരു പരിശോധന നടത്തണമെന്നുള്ള ആവശ്യം പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട്. പ്രധാനമായും ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗത്തേക്ക് നിലമ്പൂരിലെത്തുന്നതിന് മുൻപായി നിരവധിയായിട്ടുള്ള ഫോറസ്റ്റ് മേഖലയാണ്. അത് ഒരു നിബിഡമായിട്ടുള്ള വനമാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലേക്ക് തിരച്ചിൽ വ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രയാസങ്ങളുണ്ട്. രാത്രിയാകുന്നതോട് ഏകദേശം വൈകുന്നതോടുകൂടി തന്നെ ഒരു 3 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ വന്യമൃഗങ്ങളുടെ ഒരു ശല്യം ആ മേഖലയിലുണ്ട്. അപ്പോൾ ആ മേഖലയിൽ ആ ഘട്ടങ്ങളിൽ പരിശോധന നടത്താൻ വേണ്ടി കഴിയില്ല. അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അതിന് പുറമെ അവിടെ വാഹന സൗകര്യമോ അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്ന ഒരു മേഖലയുമല്ല. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഏത് രീതിയിലാക്കാണ് തിരച്ചിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുക എന്നുള്ളൊരു പ്രധാനമായ കാര്യം ഒരു ആവശ്യമായി ഉന്നയിച്ച് വരുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾക്കറിയാം സൂചിപ്പാറയിലേക്ക് നിലമ്പൂരിൽ നിന്നും കടന്നു വന്നിട്ടുള്ള 3 പേരെ അവിടെ കുടുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാണ് എയർലിഫ്റ്റ് ചെയ്ത് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ സ്വയം സന്നദ്ധരായി എത്തുന്ന വളണ്ടിയർമാർ പോലും ചില വികാരപരമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ തോതിൽ സർക്കാർ സംവിധാനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് സന്നദ്ധ പ്രവർത്തകർ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാവണം എന്നുള്ള അറിയിപ്പാണ് ഈ മന്ത്രിതല സംഘം ഉൾപ്പെടെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നൽകുന്നത്. അങ്ങനെ ഏതെങ്കിലും നിലയിൽ ഒറ്റയ്ക്കുള്ള പരിശോധനയ്ക്ക് മുതിർന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടം സൃഷ്ടിക്കും. ഈ വലിയൊരു രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ഇടയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കുന്നത് വലിയ തോതിൽ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒറ്റയ്ക്കുള്ള പ്രവർത്തനം നടത്താതെ എല്ലാവരും ഒരു ഏകോപിച്ചിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ചേർന്നുള്ള ഒരു പ്രവർത്തനം മാത്രം നടത്തിയാൽ മതിയാകും എന്നുള്ളൊരു തീരുമാനം മന്ത്രിതല സംഘം എടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഈ ഡിസാസ്റ്റർ മേഖലയിലേക്ക്, അതായത് അപകടം നടന്ന ദുരന്തം നടന്ന ഈ മേഖലയിലേക്ക് നിരവധിയായിട്ടുള്ള സഞ്ചാരികൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ സ്ഥലം കാണുന്നതിന് വേണ്ടി മാത്രമായി കുറേ പേർ എത്തുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായും തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ക്രമീകരണം ഏർപ്പാട് ചെയ്യുമെന്നുള്ള കാര്യം നേരത്തെ റിപ്പോർട്ടിനോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത്തരത്തിൽ ആരും തന്നെ ഈ മേഖലയിലേക്ക് ഒരു കാരണവശാലും ഒരു സന്ദർശകരായി എത്തേണ്ടതില്ല എന്നുള്ള കാര്യം ഒരു കർശന തീരുമാനം എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്.